ഹായ് എവ്രി വൺ, വെൽക്കം ടു മീനൂസ് മെന്യൂ. ഇന്നത്തെ നമ്മുടെ മെനുവിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള അതോടൊപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സ്വീറ്റാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കപ്പലണ്ടി മിഠായിയാണ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പീനട്ട്സ്, ഷുഗർ, ഗീ, കാർഡമം പൗഡർ ആൻഡ് സോൾട്ട്. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി മിഠായി എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യമേ നമുക്കിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി അല്ലെങ്കിൽ കടല അല്ലെങ്കിൽ നിലക്കടല ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഏകദേശം 1.5 കപ്പോളം കപ്പലണ്ടിയാണ് കടലമിഠായി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ തൊലിയോട് കൂടിയുള്ള കപ്പലണ്ടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി തൊലി കളഞ്ഞ കപ്പലണ്ടികൾ പാക്കറ്റ്സ് ആയിട്ടുള്ളത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ തൊലി കളഞ്ഞിട്ടുള്ള കപ്പലണ്ടി ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്കിത് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് അതൊന്ന് റോസ്റ്റ് ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അത് ഒത്തിരി ഒന്ന് പെട്ടെന്ന് കരിഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് നല്ലതായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാവുന്ന പോലെ കപ്പലണ്ടി എല്ലാം ഒരുവിധം നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും റോസ്റ്റായോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു മുഴുവനായിട്ടുള്ളൊരു കപ്പലണ്ടി ഒന്ന് എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിനൊരു ക്രഞ്ചി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കലും ഒരു ഹാഫായിട്ട്, അതായത് മുറിഞ്ഞു കിടക്കുന്ന ഒരു കപ്പലണ്ടി പരിപ്പ് എടുത്ത് നോക്കരുത്. അത് പെട്ടെന്ന് റോസ്റ്റ് ആകും. മുഴുവനായിട്ടുള്ളവരെടുത്ത് നമുക്ക് നോക്കാം. അപ്പം എൻ്റെ ഈ കപ്പലണ്ടി നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കുകയാണ്. തണുത്തതിന് ശേഷം നമുക്കതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അടുത്തതായി നമ്മുടെ കപ്പലണ്ടി മിഠായിക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു മെഷറിംഗ് കപ്പ്, ഒരു 1/2 കപ്പ് 1/4 കപ്പും വെച്ചിട്ടുള്ള ഒരു മെഷറിംഗ് കപ്പിലാണ് അളന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്കിനിയും ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഏകദേശം ഒരു 4 ടീസ്പൂണോളം വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ വെള്ളം കൂടെ നമുക്ക് ഈ ഷുഗറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ നമ്മുടെ കപ്പലണ്ടികളെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ കപ്പലണ്ടി എല്ലാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിൽ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്ക പൊടിച്ചത് ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഏലക്കാപ്പൊടി ഇതിനോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചേർക്കുന്നത് വെച്ചാൽ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൂടാതെ ഒരു 3 ടീസ്പൂണോളം നെയ്യും ഇതിലോട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതായത് നമ്മൾ ചേർത്ത നെയ്യും ഉപ്പും ഏലക്കാപ്പൊടിയും ഈ ഷുഗർ സിറപ്പിൻ്റെ എല്ലായിടത്തോട്ടും എത്തുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത കപ്പലണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഷുഗർ സിറപ്പും നമ്മൾ പൊടിച്ചെടുത്ത കപ്പലണ്ടിയും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഞാനിപ്പം ഗ്യാസ് അതങ്ങ് ഓഫ് ചെയ്യുവാണ്. കാരണം നമ്മുടെ ഷുഗർ സിറപ്പിന് അത്യാവശ്യം നല്ല അത് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ചൂട് മതിയായിരിക്കും. അപ്പോൾ ഈ ചൂടിൽ നമുക്ക് ഈ കപ്പലണ്ടിയും സിറപ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒട്ടും താമസിക്കാതെ തന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചൂട് കപ്പലണ്ടി മിക്സ്
ഞാൻ ഈ ട്രേയിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇതിലേക്ക് മാറ്റുന്നതിന് മുന്നായിട്ട് ട്രേ ഞാൻ നന്നായിട്ടൊന്ന് കുറച്ച് നെയ്യ് ഉപയോഗിച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാവുന്നതാണ്. പാത്രം അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറിലോട്ടും ഇത് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ചൂടോടെ തന്നെ ഇനി കപ്പലണ്ടി മിക്സ് ഞാൻ ഈ പാത്രത്തിലോട്ട് ഇടുവാണ്. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഏതെങ്കിലും വെയിറ്റ് ഉള്ള ഒരു സാധനം, അതായത് ചപ്പാത്തിയുടെ നമ്മുടെ റോൾ ചെയ്യുന്ന റോളറോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റീൽ പാത്രത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസിൻ്റെ ഒരു ബോട്ടം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു വെയിറ്റുള്ള ഒരു സാധനം വെച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കപ്പലണ്ടി മിഠായിയുടെ അതിൻ്റെ ചൂട് മാറുന്നതിന് മുന്നേ തന്നെ നമ്മളത് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അത് റെഡിയാക്കി എടുക്കണം. കാരണം അത് പഞ്ചസാര പാനിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് വൺസ് അത് തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഷേപ്പാക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ നമ്മുടെ കപ്പലണ്ടി മിഠായി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒരു ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു കത്തി വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ മുഴുവനായിട്ടത് കട്ട് ചെയ്യുന്നില്ല, പക്ഷേ ചെറിയതായിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ കപ്പലണ്ടി മിഠായി പീസ് വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് വെച്ച് കൊടുത്താൽ മതി. ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ കത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വൺസ് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ടത് ഒടിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച കപ്പലണ്ടി മിഠായി ഒരു 10-15 മിനിറ്റോളം തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി മിഠായി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ പീസായിട്ട് മുറിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കപ്പലണ്ടി മിഠായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്നെ എഴുതി അറിയിക്കാം. I hope you all love this video. Please do like, share and subscribe to my channel to see more delicious recipes from Meenu's menu.